പഴയകാല സിനിമകളിലേക്കൊരു തിരിഞ്ഞുനോട്ടം എന്ന എൻ്റെ സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1968 പുറത്തിറങ്ങിയ ജയമാരുതി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ടി വാസുദേവൻ നിർമ്മിച്ച് KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ്റെയും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ മോഹിക്കുന്ന ഒരു സ്ത്രീയുടെയും ജീവിതങ്ങളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ പ്രേം നസീർ, ഷീല, KP ഉമ്മർ, അടൂർ ഭാസി, ശങ്കരാടി, പറവൂർ ഭരതൻ, TR ഓമന തുടങ്ങിയവരാണ്. ഇതിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയും സംഗീതം നൽകിയിരിക്കുന്നത് ദക്ഷിണാമൂർത്തിയുമാണ്. ആകാശം ഭൂമിയെ വിളിക്കുന്നു, മരുഭൂമിയിൽ മലർ വിരിയുകയോ, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, വൈക്കത്തഷ്ടമി നാളിൽ തുടങ്ങിയ ഗാനങ്ങൾ ഈ സിനിമയിലേതാണ്. ഇനി കഥയിലേക്ക്. സുരേഷ് പ്രശസ്തനായ ഒരു പിന്നണി ഗായകനാണ്. അയാളുടെ ഭാര്യ വാസന്തി ഒരു ടീച്ചറാണ്. സുരേഷ് മദ്രാസിലാണ് താമസം. ഭാര്യ സുരേഷിൻ്റെ അമ്മയുടെ കൂടെ നാട്ടിലും. സുരേഷും വാസന്തിയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. മദ്രാസിലുള്ള പൊതുവാൾ ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണ്. പൊതുവാളിൻ്റെ മകൻ ശ്രീധരൻ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ശ്രീധരൻ്റെ ഭാര്യ ശോഭയ്ക്ക് സംഗീതത്തിൽ താല്പര്യമുണ്ട്. കൂടാതെ നല്ലവണ്ണം പാട്ട് പാടുകയും ചെയ്യും. ജോലിത്തിരക്ക് മൂലം പലപ്പോഴും ശ്രീധരന് ശോഭയോടൊത്ത് സമയം ചിലവഴിക്കാൻ പറ്റാറില്ല. ഇക്കാരണത്താൽ ശോഭ നിരാശയിലാണ്. സുരേഷിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ പൊതുവാളിനെ അധ്യക്ഷനായി ക്ഷണിക്കുന്നു. പൊതുവാളിൻ്റെ കൂടെ ശോഭയും ചടങ്ങിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് പൊതുവാൾ സുരേഷിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിൽ വെച്ച് സുരേഷ് ഒരു പാട്ട് പാടുന്നു. ഈ ചടങ്ങിനിടയിലുള്ളൊരു ഫോട്ടോ പത്രങ്ങളിൽ വരുന്നു. സുരേഷിൻ്റെ കൂടെ ശോഭ നിൽക്കുന്ന ഫോട്ടോ കണ്ട് വാസന്തി അസ്വസ്ഥയാകുന്നു. അവധിക്ക് നാട്ടിൽ ചെല്ലുന്ന സുരേഷിനോട് വാസന്തി വഴക്കുകൂടുന്നു. സുരേഷ് വാസന്തിയെ മദ്രാസിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും വാസന്തി പോകാൻ കൂട്ടാക്കുന്നില്ല. സുരേഷും വാസന്തിയും തമ്മിലുള്ള അകൽച്ച കൂടുന്നു. ശ്രീധരൻ ഒരു പരിശീലനത്തിനായി അമേരിക്കയിലേക്ക് പോകുന്നു. മദ്രാസിൽ തിരിച്ചെത്തിയ സുരേഷ് അസുഖബാധിതനാവുന്നു. ശോഭ അയാളെ ശുശ്രൂഷിക്കുന്നു. ഇവർക്കിടയിലുണ്ടായിരുന്ന അടുപ്പം ബലപ്പെടുന്നു. സുരേഷിൻ്റെ വീട്ടിലെത്തിയ ശോഭയുടെ തോളിൽ സുരേഷ് കൈവയ്ക്കുന്ന സമയം സുരേഷിൻ്റെ അസുഖത്തെക്കുറിച്ചറിഞ്ഞ് അവിടെ എത്തിയ വാസന്തി ഈ രംഗം നേരിൽ കാണുന്നു. തുടർന്ന് വാസന്തി ശോഭയെ അവമാനിക്കുന്നു. സുരേഷുമായി വഴക്കിടുന്ന വാസന്തി അപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. സുരേഷും ശോഭയും തങ്ങളുടെ പങ്കാളികളിൽ നിന്നും വിവാഹമോചനം നേടിയ ശേഷം വിവാഹിതരാവാമെന്ന് തീരുമാനിക്കുന്നു. ഈ വിവരം കേൾക്കുന്ന ശോഭയുടെ വീട്ടിലെ ജോലിക്കാരി ശോഭയെ ഉപദേശിക്കുകയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശോഭ ഇത് കേട്ട് ക്ഷുഭിതയാകുന്നു. പിന്നീട് ശോഭ ഇവരെ വിളിച്ച് ദേഷ്യപ്പെട്ടതിന് ക്ഷമ ചോദിക്കുകയും അവർക്ക് കുറച്ച് പണം നൽകുകയും ചെയ്യുന്നു. എന്നാൽ അവർ ഈ പണം സ്വീകരിക്കുന്നില്ല. ഈ വിവരം ശോഭ സുരേഷിനെ അറിയിക്കുന്നു. സുരേഷ് അവരോട് സംസാരിക്കുകയും അവർക്ക് സമ്മാനമായ ഒരു വസ്ത്രം കൊടുക്കുകയും ചെയ്യുന്നു. അവരെ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുരേഷ് അത് വാങ്ങാതെ തിരിച്ചു പോകുന്നു. ശ്രീധരൻ അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തുന്നു. സുരേഷ് ഭാര്യയുമായി സംസാരിക്കാൻ നാട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഭാര്യ വളരെ പരുഷമായി പെരുമാറുന്നു. വഴക്ക് മൂർച്ഛിച്ച ഒടുവിൽ സുരേഷ് നമുക്ക് വിവാഹമോചനം നടത്താം എന്ന് പറയുന്നു. ഇത് കേട്ട് ദുഃഖിതയായ വാസന്തി അകത്തേക്ക് ഓടിപ്പോകുന്നു. സുരേഷിൻ്റെ അമ്മ സുരേഷിനെ ഒരുപാട് വഴക്ക് പറയുകയും വാസന്തിയോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് എന്തെല്ലാം സംഭവിച്ചു എന്നറിയുവാൻ നിങ്ങൾ ഈ സിനിമ മുഴുവനായി കാണുക. ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.